സാധിക്കുന്നവർ മാത്രം DTDC-ക്കാർ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുക്കണം. ഇന്ന് ഞാൻ കൊറിയർ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കുറേ പേര് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ നമുക്ക് 2-3 കൊറിയർ തിരിച്ചു വന്നു. ഒത്തിരി വിഷമമുണ്ട്. മിനിമം ചാർജ് ആണെങ്കിൽ ഒരു പൈസ മുടക്കിയിട്ടാണ് ഞാൻ ഈ കൊറിയർ അയക്കുന്നത്. എത്രയോ പേര് മെസ്സേജ് അയച്ചിട്ടാണ് അതിൽ നിന്ന് ഞാൻ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ഇത് അയക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന പിൻ നമ്പറിൽ DTDC സർവീസ് ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ടൗണിലേക്കായിരിക്കും ഞാനത് അയക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത്രയൊക്കെ ചെയ്ത് പാക്ക് ചെയ്ത് ഞാനത് അയക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. പിന്നെ ഇപ്പോൾ വന്ന് DTDC-ക്കാരും ഞാനും തമ്മിൽ നല്ല ടൈപ്പായി. ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ പറക്കന്തളിക സിനിമയിൽ ദിലീപിൻ്റെ ബസ് വരണ പോലെയെന്ന് ഇവർ പറയണേ. പിന്നെ ഈ ഡ്രസ്സ് 2000 റുപ്പീസിന് ഞാൻ വാങ്ങിയതാണ്. 5 തവണ കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ഡ്രസ്സ് വേണം എന്നുള്ളവർ വേഗം യൂട്യൂബ് ഷോർട്സിൽ കമൻറ്റ് ചെയ്യുക. ഒരാൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഇന്ന് 12 കൊറിയർ അയച്ചു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ കൊറിയറുകൾ അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യുക. പറ്റാവുന്നവർ വീഡിയോ ഷെയർ ചെയ്യുക. യൂട്യൂബ് ഷോർട്സിൽ വീഡിയോ കമൻറ്റ് ചെയ്യാൻ പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലാവുമ്പോൾ കുറച്ച് കമൻറ്റ് വരുന്നുള്ളൂ. ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇത്രയും നേരമൊക്കെ ഞാൻ ജോലിയുടെ ഇടയിൽ നിന്നും ഇരുന്നും ഇടയ്ക്കും ബ്രേക്ക് എടുത്ത് പോയിട്ടാണ് കൊറിയർ പാക്ക് ചെയ്യുന്നതും അയക്കുന്നതും. അപ്പോൾ ഞാൻ ആ ചെയ്യുന്ന ഞാനൊരു ചെറിയൊരു എഫേർട്ട് ഇട്ടിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അതിന് നിങ്ങളൊന്ന് റെസ്പെക്ട് ചെയ്യണം. DTDC-ക്കാർ വിളിക്കുമ്പോൾ എടുക്കണം. അടുത്തുള്ള ടൗണിലേക്കാണ് കൊറിയർ അയക്കുന്നതെങ്കിൽ അവിടെ പോയിട്ട് കളക്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. പിന്നെ കേരളത്തിന് പുറത്തേക്ക് കൊറിയറിങ് അയക്കുന്നതല്ല, നല്ല പൈസ ഉണ്ട്, അതെന്നെ കൊണ്ട് താങ്ങുന്നില്ല. അതുകൊണ്ടാണ്